ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷ്മിക്കാണ്. അപ്പോൾ നമ്മൾ എന്തായാലും മഴക്കാലമൊക്കെ വന്ന് നമ്മളൊക്കെ ഒലിച്ചു പോകാറായി. അപ്പം പാലക്കാടിൽ സാധാരണ മഴയെ പെയ്യാത്തതാണ്. അപ്പോൾ ഇപ്രാവശ്യം നല്ലോണം 2018 പോലെ വരാറായിട്ടുണ്ട്. അന്ന് വരെ ഇത്രയും വന്നിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ നല്ലോണം ഇത് പറയുമ്പോൾ ഞങ്ങളുടെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിച്ചു ഇത്രയൊക്കെ ഉള്ള, പക്ഷെ ഫുൾ ടൈം മഴ ഉണ്ടായിരുന്നു, എന്നാലും അത്രയ്ക്ക് ഇതുണ്ടായിരുന്നില്ല അന്ന്. പക്ഷേ ഇപ്പോൾ നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പുഴയൊക്കെ കാണാൻ പോകണം. അപ്പോൾ നമ്മുടെ പാലക്കാട് സത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്നുള്ള കമൻറ്റ് ചെയ്യുക. ഗൈസ് ഇത് കണ്ടോ ഗൈസ്, ഇവിടെ എൻ്റെ വണ്ടി ഇത് കണ്ടോ ഗൈസ്. അപ്പോൾ അത് അവിടെ ഒരു ഇതെന്താണ് തോടാ, ആ തോടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു തോടത്തെ വെള്ളം നല്ലോണം ആയപ്പോൾ അത് പുറത്തേക്ക് വന്നതാണ്. ഇതൊക്കെ പാടമാണ്, അതൊക്കെ ഫുള്ള് കുളംപോലെയായി. അപ്പോൾ നമ്മളുടെ അവിടെ ലുട്ടാപ്പി ഉണ്ട്, അതിന് തല്ലാൻ വേണ്ടി എടുത്താണ് ഞാൻ തന്നെ പിടിച്ചത്. അതിൻ്റെ ചെറിയ പല്ല് മാത്രം ഞാൻ കണ്ടു, കാണിച്ചു കൊടുത്തു ഇല്ല. അപ്പോൾ ഞങ്ങളുടെ വീട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വീട് ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് തോട്, അതേപോലെ 3-4 വീടിൻ്റെ ബാക്കിൽ പുഴയുണ്ട്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 5-6 വീട് കഴിഞ്ഞ് പിന്നെ അവിടെ പുഴയാണ്. പിന്നെ ഞങ്ങളുടെ അത്തിപ്പറ്റ പാലം, പിന്നെ ഇവിടെ വെങ്ങന്നൂർ പാലം, ഇവിടെയൊക്കെ ഓരോരോ പാലമാണ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് മെയിൻ റോഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പം എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റക്കായി കിടക്കാം. അപ്പോൾ ഞങ്ങൾ സത്തില്ലെങ്കിൽ നമുക്ക് കാണാം വീണ്ടും. ഇത്ര നേരമായിട്ട് കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയൊക്കെയോ ഫോണിൽ ചാർജൊക്കെ കയറ്റി സെറ്റാക്കിയിട്ട് ഇപ്പോൾ വന്നിട്ടാണ്. ഇത്ര നേരം കറണ്ട് ഇല്ലായിരുന്നു. അപ്പം ഇപ്പോൾ കുറഞ്ഞിരിക്കണമെങ്കിൽ ചെറിയതായിട്ട് ഉണ്ട്, അത് കുറേ നേരം. ഇപ്പോൾ രാവിലെ ഇന്നലെ തുടങ്ങിയിട്ട് ഇന്നലെ ഞങ്ങൾ പ്രാർത്ഥിക്കായിരുന്നു. ഇന്നലെ രാവിലെയൊന്നും അങ്ങനെ, രാവിലെ മിന്നാന്നൊന്നും മഴയുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് സാധാ വീണ പോലെ ആയിരുന്നു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കായിരുന്നു മഴ പെയ്യണം വേണ്ടിയിട്ട്, കാരണം സ്കൂളില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ 11 മണിക്ക് തുടങ്ങിയിട്ട് എത്ര രാവിലെ 1-2 മണി വരെ, അത്രയും 10 മണി വരെയൊക്കെ ഫുള്ള് അടുപ്പിച്ച് പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, നിർത്തലേ ഇല്ലാണ്ട് പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ സംഭവിച്ചാണ് ഇന്നലത്തെ ഒറ്റ മഴ കാരണം സംഭവിച്ചാണ് അത്രയും. അപ്പം ഒരു ദിവസം കൂടി ഇങ്ങനെ പെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സത്ത്. ഞങ്ങളിവിടെ റീലെടുക്കാനൊക്കെ വരുന്നതാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞങ്ങൾ ഈ സൈഡിൽ കൂടെയൊക്കെ റീലെടുക്കാൻ വരുന്നതാണ്. ആ കുറച്ച് പ്ലേസുള്ള പതിവ് വരുന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഇറക്കാൻ വേണ്ടി സൈഡിലൊക്കെ ഉണ്ട്. ഇവിടെ മൊത്തം മുഴയിൽ സൈഡിൽ കൂടെ കയറി വന്ന് സെറ്റായി. ഇപ്പോൾ ഇന്നലത്തെ ഒരൊറ്റ മഴ കാരണമാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഒരു ദിവസം കൂടെ പെയ്ത് വെച്ച് കഴിഞ്ഞാൽ സത്യം. അപ്പോൾ ഇത് ഒരു വീടിൻ്റെ ബാക്കാണ്. അപ്പം ഇത് വെള്ളം കയറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കയറും. അപ്പം ഞങ്ങൾ മിക്കവാറും ഞങ്ങളുടെ അവിടെ കയറാൻ ചാൻസ് കുറവാണെങ്കിൽ ഫ്രണ്ടിൽ പാടമായതുകൊണ്ട് നമ്മളുടെ അവിടെ ഇതിനെ കുറച്ച് കയറ്റമാണ്. അതുകൊണ്ട് പാടത്തേക്ക് ഒന്നില്ലെങ്കിൽ വീടില്ലെങ്കിൽ മേത്തേക്ക് വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇപ്പുറത്തെ വീടുകളിലൊക്കെ മൊത്തം ആവുമെന്ന് ഉറപ്പാണ്. നമ്മളുടെ വയനാട്ടിലും പിന്നെ കേരളത്തെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരുപാട് പേര് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക, വീട്ടിൽ നിന്നൊന്നും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുക. പിന്നെ നമുക്ക് എന്തായാലും മഴേനെ ബാക്കി അവനെ രക്ഷിക്കാൻ പറ്റുന്നല്ലാണ്ട് മഴേനെ കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ വെള്ളം കയറി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും മുങ്ങും. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ 2018 വരെ ഞങ്ങൾ ക്യാമ്പിക്ക് എല്ലാവരും പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പോകേണ്ടി വരുന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഒരു മഴ പെയ്യുമ്പോഴേക്ക് ഇങ്ങനെയായി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, ഞങ്ങൾക്കും വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ സത്തില്ലെങ്കിൽ വിളിക്കാം. ഏറ്റവും പ്രശ്നം കാരണം ഞങ്ങളുടെ അവിടെ വെള്ളം നിറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് വീടുകൾക്ക് എവിടേക്കും പോകാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തം പാലങ്ങളും പുഴകളും തോടുകളൊക്കെയാണ്. അതുകൊണ്ട് ഫുള്ള് അവിടേക്കും പോകാൻ പറ്റില്ല, വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ
ചിലപ്പോൾ ചിലവർക്കൊക്കെ ഈ ഒരു കടലൊക്കെ ഉള്ള ഭാഗത്തുള്ളവർക്കൊക്കെ എങ്ങനെയെങ്കിലും വേറെ എവിടെയെങ്കിലും മാറിയിരിക്കുക, അടുത്തുള്ള വീട്ടിൽ, അടുത്തുള്ള അല്ല മീൻസ് നമ്മളുടെ ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിലെങ്കിലും ഇരിക്കുക. ഞങ്ങൾക്ക് അതുപോലെ പറ്റാത്ത അവസ്ഥയുടെ അതേ ക്യാമ്പിൽ കയറിക്കട്ട് വരുമ്പോൾ. അപ്പോൾ ഞങ്ങളുടെ രാവിലെ ഇവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗം ഇവിടെ വരെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, നല്ലോണം ഒഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സത്തു ഇപ്പോൾ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്, മഴയില്ലാത്തതുകൊണ്ട്. ഈ ചെറുതായിട്ട് ഉറ്റിട്ട് അത്രയില്ല. രാവിലെ അങ്ങനെ വലിയ മഴയല്ല പെയ്തത്, ജസ്റ്റ് നമ്മൾ സാധാരണ മഴക്കാലത്തൊക്കെ പെയ്യുന്ന മഴ തന്നെയായിരുന്നു. പക്ഷെ അത് നിർത്താണ്ട് പെയ്തുകൊണ്ടേ ഇരിക്കണം, അതാണ് പ്രശ്നമായിട്ട്. അപ്പോൾ നമ്മൾ ലുട്ടാപ്പി ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അതോ പട്ടികളുടെ കടിയൊക്കെ മേടിച്ചിട്ട് ഇവിടെ വന്നിട്ടിരിക്കട്ടെ. അപ്പം തരാമല്ലോ. അപ്പം കുറച്ചുകൂടി മഴ പെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം സെറ്റ് ഫുള്ള് ട്രാപ്പായി കിടക്കുകയാണ്. എന്തായാലും സെറ്റാണ്. ഇപ്പോൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇത് കുറച്ച് നേരം വരെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടേക്ക് പോകുമ്പോൾ വരെ കറണ്ട് വന്നിട്ടില്ല. ഇപ്പോൾ ചെറുതായി കറണ്ട് വന്ന് ആച്ചുമ്പോൾ മോട്ടർ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഇത്ര നേരം വെള്ളമില്ലാണ്ട് ഇരിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാണ്ടാണ്. നോക്കുമ്പോൾ എല്ലാവരുടെയും വെള്ളമുണ്ട്, പക്ഷേ കുടിക്കാൻ മാത്രം വെള്ളമില്ല അവസ്ഥയാണ്. അപ്പം നിങ്ങൾ കടലുള്ളവിടെയൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു ഈ പാലക്കാട് ഇരുന്നത്, കാരണം നിങ്ങളൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള മഴക്കാലത്തൊക്കെ നിങ്ങൾക്ക് ഇവിടെ കടലുള്ള ഭാഗത്തുള്ളവർക്കൊക്കെ തൊട്ടാൻ മുട്ടിയാൽ ലീവ്, ഞങ്ങൾക്ക് മാത്രമേ, ഞങ്ങൾക്ക് കുറക്കാൻ 5-6 ദിവസം വരെ അങ്ങനെയായിരുന്നു. ബാക്കിയുള്ള എല്ലാവിടെയും ലീവ്, ഞങ്ങൾക്ക് മാത്രമില്ല ലീവ്. അങ്ങനെയുള്ളൊരവസ്ഥയായിരുന്നു, കാരണം ഞങ്ങളവിടെ മഴയില്ല. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിരിക്കുക, പുറത്തേക്കൊന്നും ഇറങ്ങാണ്ടിരിക്കുക. അതുപോലെ കടൽ ഇതുപോലെ ഞങ്ങളുടെ അവിടെ അത്രയ്ക്ക് കുഴപ്പമില്ലാത്ത ഡേഞ്ചർ അല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ പുഴ വെറുതെ കാണാൻ പോയത്. ഇതുപോലെ നല്ലോണം ഡേഞ്ചറുള്ള പുഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.